നമസ്തേ, വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് ആനി എന്നാ ഈ കോലത്ത് എന്നല്ലേ എല്ലാവരും ചിന്തിക്കുന്നേ? കോലമല്ല, ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അമൃതയുടെയും എല്ലാ ക്രിസ്മസ് ആശംസകളും. അത് എന്നാന്നറിയോ, ഇപ്പം ഈ കോലത്തിൽ എന്നെ ആനി വന്നതെന്ന് വിചാരിച്ചാൽ പണ്ടൊക്കെ ആന്ന് എനിക്ക് എൻ്റെ അമ്മച്ചിമാർ അപ്പയുടെ അമ്മയും അമ്മയുടെ അമ്മയൊക്കെ ചട്ടയും മുണ്ടും കൊടുത്തൊക്കെ കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നേ. അതുകൊണ്ട് ഞാൻ എപ്പോൾ അവരെ കാണാൻ പോകുമ്പോഴും ഞാൻ പറയാം, അമ്മച്ചി ഈ നൈറ്റി അങ്ങനെയൊന്നും അവരുടെ സൗകര്യത്തിന് ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഞാൻ എപ്പോഴും പറയാം, അമ്മച്ചി ചട്ടയും മുണ്ട് കൊടുക്കാവോ എന്ന് ചോദിച്ചേച്ച് ഞാൻ എപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴും അവരെ കൊണ്ട് അത് പിടിപ്പിക്കും. ഇപ്പം ഈ ഇടയിലായിട്ട് നമ്മളിത് കാണുന്നുണ്ട്, അമ്മച്ചിമാർ ഇടുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കാണാൻ ഒത്തിരി റെയറാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വിശേഷ ദിവസം ക്രിസ്മസുമായിട്ട് ഞാൻ ഈ ഒരു എന്നാ പറയുക ഒരു വ്യത്യാസമായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. എന്നാലും ഒരു ക്രിസ്മസ് ആകുമ്പോൾ ഈ ഒരു ഫീലിംഗ് കുറച്ച് കൂടുതലല്ലേ. അപ്പം ഇന്നും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസിനൊക്കെ നമ്മളെപ്പോഴും കരുതുന്ന ഒരു വിഭവമാണ് വിന്താലു അല്ലേ. അത് ബീഫിലാക്കാം, ചിക്കനിലാക്കാം, ഡക്കിലാക്കാം, ഏതായാലും നമുക്ക് പ്രശ്നമല്ല. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ട്രഡീഷണലി ചെയ്യുന്ന ഒരു ഡക്ക് വിന്താലുവാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് വലിയ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, കുറച്ച് കാര്യങ്ങളെ ആവശ്യമുള്ളൂ. പക്ഷെ എന്നാന്ന് പറയാമോ, ഇതിനകത്ത് ഇത് കുറച്ച് ദിവസം എന്താ പറയുക ഇരിക്കുന്ന ഒരു സാധനം, അതുകൊണ്ട് ഇതിനകത്ത് ഒരു ഇച്ചിരി വിനാഗിരി കൂടുതലാണ് ചെല്ലുന്നത്. അപ്പം എന്നാന്ന് വെച്ചാൽ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ പരമ്പരമായി കിട്ടിയ രുചിക്കൂട്ടിൻ്റെ ആ ഒരു കൂട്ട് എല്ലാവരിലേക്കും എത്തിച്ചു തന്നാൽ ഈ ഒരു വിന്താലും ഒരു സ്പെഷ്യൽ ഒക്കേഷനിലേക്ക് നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാക്കിയാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാനിവിടെ മേടിച്ചേക്കുന്നത് താറാവ് ഇറച്ചിയാണ് മേടിച്ചത്. ഇതിനകത്ത് കുറച്ച് കൊഴുപ്പ് കൂടിയ ഇറച്ചിയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഏകദേശം 1 കിലോളം ഉണ്ട്. പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടിയല്ല ഞാൻ എടുത്തേക്കുന്നത്, എരിവുള്ള മുളക് പൊടിയാണ്. അതല്ല കാശ്മീരി മതിയെങ്കിൽ അങ്ങനെ മതി. പിന്നെ ഉള്ളത് കുറച്ച് ഇഞ്ചി, പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി, ഇച്ചിരി കടുക്, ഉലുവൊക്കെ ഒത്തിരി അല്ല, ഒരു 3-4 ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇത് കഴിക്കും. പിന്നെ വേണ്ടിയത് ഒരു 1/4 ടീസ്പൂണോളം ജീരകം, നമ്മുടെ സാദാ ജീരകം, തോരനൊക്കെ അരയ്ക്കുന്ന അതേ ജീരകം. പിന്നെ ഉള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടിയത് ഒരു 1/4 കിലോ കൂട്ടിക്കോ, ഒരു 3 തക്കാളി, അങ്ങനത്തെ ഒരു കണക്കിൽ ഒരു 3 തക്കാളിയാണ് ഇത് അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇത് പോരാഞ്ഞിട്ട് നമുക്ക് കുറച്ച് വിനാഗിരി വേണം. പിന്നെ കുറച്ച് ഉപ്പ്, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം, ഉപ്പില്ലെങ്കിൽ ഒന്നൊരു കറിക്കും രുചിയില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് പഞ്ചസാര. ഇത് കുറച്ച് അതിൻ്റെ വഴറ്റാൻ നേരം ഇടാനുള്ള കുറച്ച് ഇഞ്ചി, അതായത് നമ്മൾ എടുക്കുന്ന ഇഞ്ചി 50-50 ആയിട്ട് എടുത്താൽ മതി. ഇത് ഞാൻ കുറച്ചൊന്ന് എന്താ പറയുക, മറ്റത് അരയ്ക്കാനും ഇത് കുറച്ച് അതിന് വഴറ്റാൻ നേരം ഇടാനും ഉള്ള കുറച്ച് ഇഞ്ചിയാണേ. അതേപോലെ തന്നെ ഞാൻ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ 50-50 ബേസിസിൽ അങ്ങ് പോയാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഇറച്ചിയിൽ ഉണ്ടാക്കാനുള്ളൊരു കൂട്ട് ആദ്യം നമുക്ക് തയ്യാറാക്കാം. അതിന് എന്നാന്നറിയാമോ, കുറച്ച് സാധനം അരച്ചെടുക്കണം. അതിന് വേണ്ടിയത് സ്റ്റാർട്ടിങ് വിത്ത് മഞ്ഞൾപ്പൊടി ആയിക്കോട്ടെ, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഒരു ഡെസേർട്ട് സ്പൂണാണ് വേണ്ടി. അപ്പോൾ ഇത് ടീസ്പൂൺ കണക്കായതുകൊണ്ട് ഒരു 3-3.5 സ്പൂണോളം ഇടാം. എരിവ് നോക്കിക്കോണം, ചിലർക്ക് ഒരുപാട് എരിവ് വേണ്ട. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഇഞ്ചിയാണ്. ഇഞ്ചി കോഴിക്കാന്നേൽ കുറച്ച് 1.5 സ്പൂണാണ് വേണ്ടത്, ഇഞ്ചിയും വെളുത്തുള്ളിയും. താറാവിനാകുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ആക്കിക്കോ. എൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു ഇഞ്ച് അങ്ങനെയൊക്കെ ഒരു കഷ്ണം ഇഞ്ചി എന്ന് പറയില്ല, അതൊരിപ്പോൾ 1 ഇഞ്ച് ആയിരിക്കും, ആ കണക്കിന് അങ്ങ് കിട്ടും. പിന്നെ ഇത് 50-50 ബേസിസ് തന്നെ ചേർക്കാനുള്ളതാണ്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, കടുക് ഒരു 1/4 ടീസ്പൂണോളം ഇട്ടാൽ മതി. ഉലുവ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വേണ്ട, ഒരു 3-4. അതേപോലെ ജീരകം ഒരു 1/4 ടീസ്പൂൺ. ഇത്രയും സാധനം ഇട്ട് നമുക്കൊന്ന് മഷി പോലെ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിനാണോ.
ഇനി നെക്സ്റ്റ് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അടുപ്പ് കത്തിച്ചേച്ച് ആദ്യം ചെയ്യാനുള്ളത്, ഇത് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്, അതല്ല റിഫൈൻഡ് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സാധാരണ കറിയിൽ ചെയ്യുന്ന കടുകെണ്ണ ഉപയോഗിക്കാറുണ്ട്. ഞാൻ പക്ഷേ വെളിച്ചെണ്ണ അത് മതിയെന്ന് വിചാരിച്ചു, അതുകൊണ്ട് അത് ചെയ്യുന്നത്. ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം കേട്ടോ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കടുകിടുക. കടുക് ഒന്ന് പൊട്ടി കഴിയട്ടെ. പൊട്ടി കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുന്ന എന്നാന്ന് വെച്ചാൽ ചിലപ്പം മഞ്ഞയുടെ ഒരു കുത്തൽ മുന്നേ നിൽക്കും. അപ്പോൾ മഞ്ഞ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ആ കുത്തൽ ഇതിനുണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഉള്ളി വഴറ്റുമ്പോഴും തക്കാളി വഴറ്റുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കേടാവാതിരിക്കും. ഈ വിന്താലു ആക്ച്വലി നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 3-4 ദിവസത്തേക്ക് ചീത്തയാവാതെ പുറത്ത് തന്നെ ഇരിക്കും. അതാണ് നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പാത്രം ഇട്ട് അടച്ചു വെക്കരുത് പറയും, നെറ്റിട്ടൊക്കെ മൂടിയാണ് ഇത് വെക്കുന്നത്. അപ്പം അതിനൊക്കെ ഓരോ സയൻസ് വൈസും കാര്യങ്ങളുണ്ട്. അത് ആക്ച്വലി ഞാൻ പഠിച്ചില്ല അതെന്നാ കാര്യമാണെന്നുള്ളത്. ചോദിച്ചേച്ച് അടുത്ത പ്രാവശ്യം പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇതിനകത്തോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഇതൊന്നായി കഴിയുമ്പോഴത്തേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തിടും. സവാള ഒന്ന് പെട്ടെന്ന് മൂക്കാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഇടുക. ഏത് സാധനം നമ്മൾ ഈ വിന്താലു ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, വെള്ളത്തിന്റെ അംശം ഒട്ടും പാടില്ല, അപ്പൊ ഇരിക്കത്തില്ല, ചീത്തയായി പോവും. അപ്പൊ സവാള ആന്നേലും ഇച്ചിരി നല്ലതായിട്ടൊന്ന് മൂക്കണം. ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ തക്കാളി ചേർക്കുക. തക്കാളി ചേർത്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ തക്കാളിയുടെയും ഉള്ളിയുടെയും ഒക്കെ ജലാംശം നല്ലോണം വറ്റി കഴിഞ്ഞാൽ അത് നല്ല ഡ്രൈ ആയിട്ട് ഒരു പേസ്റ്റ് പോലെ ആവുമല്ലേ. ആ സമയത്ത് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിനകത്തോട്ട് ചേർക്കണം. ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇറച്ചി വേകുമ്പോഴാണ് നമ്മൾ വിനാഗിരി ഒഴിക്കുന്നത്. വിനാഗിരിയുടെ അളവ് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കൂട്ടാം കുറയ്ക്കാം, പക്ഷെ പുളിയുടെ ഒരു അംശം ഒത്തിരി മുന്നേ നിൽക്കാൻ പാടില്ല. വിനാഗിരി ചേർക്കുന്ന എന്നാന്ന് വെച്ചാൽ ചീത്ത ആവാതിരിക്കണമല്ലോ, അപ്പോൾ അതൊരു പ്രിസർവേറ്റീവ് ആണ്. അപ്പം അതും കൂടെ നോക്കിയേച്ച് വേണം ചേർക്കാൻ. ചിലർക്ക് ഇച്ചിരി കൂടുതൽ ചേർക്കുന്നവരുണ്ട്, പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ കണക്കിന് മതി. Highlighting the year end. ഡിജിറ്റൽ ലോകം ഒന്നാകെ ഒരു വേദിയിൽ ഒരുമിക്കുന്ന നിമിഷം. അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 ഡിസംബർ 28 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക്. ചിലടത്ത് ഈ പറഞ്ഞ പോലെ വിന്താലു ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ മുരിങ്ങയ്ക്കായൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊക്കെ എനിക്ക് ഇതിനകത്ത് ഈ കൂട്ടിനകത്തൊന്നും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ചേർക്കുന്നവരുണ്ടായിരിക്കാം. ഓക്കെ, ഉള്ളി ഇപ്പം ഏകദേശം അതിൻ്റെ ഒരു വെള്ളം ഒന്നും പറ്റിയിട്ട്, അതായത് പറ്റുക മീൻസ് അതൊന്ന് മുരിഞ്ഞു തുടങ്ങുമല്ലേ എന്ന് പറയുന്നത്, അതാണ് അതിൻ്റെ ആ ഒരു പരുവം എന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്ക് ആ തക്കാളി ഒന്ന് ചേർക്കാം. 1 കിലോയ്ക്ക് ഒരു 1/4 കിലോ അളവ്, അതാണ് തക്കാളിയുടെ ഒക്കെ അളവ്. അത് ചിലപ്പോൾ 2 എണ്ണം ആവാം, 1 എണ്ണം ആവാം, ചിലപ്പോൾ 3 എണ്ണം ആവാം, അത് ഡിപ്പെൻസ്. 1/4 കിലോ കൂട്ടിക്കും. ഇതിപ്പോൾ നമ്മളൊക്കെ ചെയ്യിക്കും, ഇത് വഴറ്റി എല്ലാം വന്നു കഴിഞ്ഞ് നമ്മൾ ഇറച്ചി ചേർക്കുമല്ലേ. ഇറച്ചി താറാവിന് ബേസിക്കലി നല്ല വേവുണ്ട്. അപ്പോൾ എന്നാ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം കുറച്ച് വേവിക്കും, പക്ഷെ പിന്നെ ചെറിയ തീയിൽ, അതായത് പണ്ടുള്ളവർ കനലിലിട്ടാ ഏറ്റവും കൂടുതൽ വേവിക്കുന്നത്. അന്നേരം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അടപ്പിട്ട് അടച്ചു കഴിയുമ്പം ഈ അടപ്പിൽ നിന്ന് ഊറുന്ന വെള്ളം ഉണ്ടല്ലോ, ആവി, ആ ആവിയിലും കൂടെ കിടന്ന് വേണം താറാവ് നല്ലതായിട്ട് വെന്ത് ആയി വരാൻ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത്രയും സമയം നമുക്കില്ലാത്തതുകൊണ്ടും ഈ പറഞ്ഞ പോലെ അടുപ്പിൽ വെക്കുന്ന ഒരു സ്വാദ് എത്രയായാലും ഗ്യാസിൽ വരുമോയെന്ന് അറിയില്ല. പക്ഷെ എന്നാലും പറ്റുന്നുള്ളവർക്ക് ഗ്യാസ് സ്ലോ ഫ്ലെയിമിൽ ഇട്ടേച്ച് വേവിക്കാവുന്നേ ഉള്ളൂ. അതല്ല ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ ഞാനത് ശരിക്കും പ്രഷർ കുക്കറിൽ വേവിച്ചേച്ച് ബാക്കി ചെയ്ത പ്രൊസീജിയേഴ്സ് എല്ലാം അടുപ്പിലിട്ട് സ്ലോ ഫ്ലെയിമിലിട്ടാ ചെയ്തത്. തക്കാളിയൊക്കെ ഒന്ന് ആ ഉടഞ്ഞു വരുവല്ലേ, ആ പരുവാണ്. നമ്മുടെ തക്കാളിയുടെ ആ ഒരു എന്നാ പറയുന്ന ഉടഞ്ഞ ആ വെള്ളം ഒന്ന് ലൂസായി തുടങ്ങുന്ന പരുവത്തിൽ അരപ്പിടുവാന്നേൽ
നമ്മൾ ഈ പറഞ്ഞ പോലെ അരപ്പ് മൂപ്പിക്കാതെയും റോസ്റ്റ് ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല, പച്ചയാ. അന്നേരം അതൊന്ന് വേവണമല്ലോ, അതിന്റെ പച്ചച്ചോവയും കുത്തലും ഒക്കെ ഒന്ന് മാറണമല്ലോ. അപ്പൊ ഈ സമയത്ത് ഞാൻ ആ അരപ്പൊന്ന് ഇടാൻ പോവാണേ. നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിലുണ്ടല്ലോ, ഈ നമ്മൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ പടപടാവും. ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഇരുമ്പ് ചട്ടിയാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക കേട്ടോ. കഴിയുന്നതും ഇരുമ്പ് ചട്ടി എടുക്കാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധാ ചീനച്ചട്ടിയിലും വെക്കാവുന്നതേ ഉള്ളൂ. ഇതിനി നമ്മൾ ചേർത്തേക്കുന്ന എന്നാ പറയുക, പൊടിയെല്ലാം ഒന്ന് മൂത്ത് എണ്ണ തെളിയണം. നമ്മൾ ആ പൊടി മൂക്കുന്നതനുസരിച്ചും നമ്മുടെ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നതനുസരിച്ച് എണ്ണ തെളിയത്തുള്ളൂ. അത് അതിൻ്റെതായ സമയം എടുക്കും, നമുക്ക് ധൃതി പിടിച്ചാലും പറ്റിയല്ലോ. എണ്ണ വെള്ളം ഒഴിച്ചപ്പോഴത്തേനും ഒരു ഇച്ചിരി ആയിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. അതാന്നു ഇതിന്റെ പരുവം. ഒരു ഇച്ചിരും കൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചി ചേർക്കാതെ. ഇതിനെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് ഫാറ്റ് ഉള്ള ഒരു ഇറച്ചി മേടിക്കുവാണെങ്കിൽ നല്ലതാ. എരിവിന്റെ ഏറ്റക്കുറച്ചിലൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചേർത്തേച്ചാൽ മതി. ഏറ്റവും നല്ലത് ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴുണ്ടല്ലോ ചെറിയ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതാണ് നല്ലേ. പക്ഷെ നമുക്കിവിടെ സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇച്ചിരി ഹൈ ഫ്ലെയിമിലിട്ട് അതിൻ്റെ കൂടെ നിൽക്കണം. പക്ഷെ ഈ പറഞ്ഞ പോലെ ചെറിയ ഫ്ലെയിമിലിട്ട് സാവധാനം ചെയ്യുമ്പോൾ അതിൻ്റെ രുചി വ്യത്യാസമുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. ഓക്കെ, ഇപ്പം ഞാൻ 3-4 പ്രാവശ്യമായിട്ട് എൻ്റെ വെള്ളം ഒഴിച്ചു. ആ എന്നാ പറയുക, ചേർത്ത മസാലയുടെ ആ ഒരു എന്താ പറയുക കുത്തലൊന്ന് മാറി. ഇനി എന്നാ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, താറാവ് വേവാൻ ഒരു ഇച്ചിരി സമയം എടുക്കും. മാത്രമല്ല ഈ മസാല താറാവിലോട്ട് പിടിക്കുകയും വേണം. അപ്പോഴത്തേക്ക് ബാക്കി ആ ഒരു വേവ് എന്ന് പറയുന്നതുണ്ടല്ലോ, അതൊന്ന് ശരിയായി വരും. ഇപ്പം തന്നെ വേണ്ട നോക്കുമ്പോൾ അറിയാം എണ്ണ ഇങ്ങനെ ചുറ്റും തെളിഞ്ഞു വരുന്നുണ്ട്. ഞാൻ ഇനി താറാവ് ചേർക്കാൻ പോവാണേ. കൂടെ നമുക്ക് 1 ടീസ്പൂണോളം വിനാഗിരിയും 1 ടീസ്പൂണോളം എന്താ പറയുക ഇച്ചിരി പഞ്ചസാരയും കൂടെ നമുക്കത് ചേർക്കാം. ഇത് പിന്നെ ചേർത്താലും മതി, പക്ഷെ ഇപ്പം ഞാനൊരു ഇച്ചിരി ചേർക്കും. അതിൻ്റെ ഒരു എന്താ പറയുക പഞ്ചസാരയും കൂടെ കാരമലൈസ് ആയി വരുമ്പോഴത്തേനും ഒരു ടേസ്റ്റ് അതിന് വരുമല്ലോ. മാത്രമല്ല ഉപ്പ്, എരിവ്, പുളി എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇച്ചിരി പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനൊരു 2 ടീസ്പൂണേ ഇപ്പോൾ ഒഴിക്കുന്നുള്ളൂ. ഇതിൽ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ താറാവെല്ലാം വെന്തതിന് ശേഷം വേണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. പുളിയുടെ അളവ് നോക്കി വെച്ച്. നേരത്തെ ഉള്ളി വഴറ്റിയപ്പോൾ മാത്രമേ ഞാൻ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുള്ളൂ. എന്നാലും താറാവ് തിളച്ചതിന് ശേഷം അതൊന്ന് ഇരുന്ന് ആയതിന് ശേഷം മാത്രമേ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറുകയല്ലേ, അന്നേരം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കി വെച്ചിടാം. അതുവരെ നമുക്ക് ക്ഷമയോടെ നോക്കാം. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് എന്തായാലും താറാവ് എൻ്റെ ഈ അടുപ്പയിലൊന്നും ഈ കാലത്തൊന്നും വേവാൻ പോകുന്നില്ല. ഞാൻ കുക്കറിലോട്ട് ഇട്ടാലേ കാര്യം നടക്കത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആനീസ് കിച്ചണിൽ ക്രിസ്മസ് ആയിക്കൊണ്ട് ഇന്ന് വരാൻ പോകുന്നത് സിജു വിൽസൺ ആണ്. ആക്ച്വലി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരുപാട് വിശേഷങ്ങളുണ്ടാവും അല്ലേ. അപ്കമിങ് ഹീറോ ആകുമ്പോഴത്തേക്ക് ഫ്യൂച്ചറും എല്ലാം നമുക്ക് ചോദിക്കാനുണ്ട് ഡെഫിനറ്റ്ലി. പിന്നെ ഇനി നമ്മുടെ താറാവിന് എന്നാ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. താറാവ് നല്ല അസലായിട്ട് നമ്മുടെ വേവ്, അതായത് ഇറച്ചിയൊന്നും വേവാതെ ഒന്നും ആർക്കും കഴിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ താറാവ് ഒന്ന് നല്ലതായിട്ട് വെന്തോട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് ഇനി ചേർക്കാനുള്ള സാധനം എന്നാണെന്നറിയാവോ, നമ്മുടെ വിനാഗിരിയും
പഞ്ചസാര ഞാൻ ഓൾറെഡി ചേർത്തു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, വിനാഗിരിയും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓപ്ഷനാണ്. ഇനി താറാവെല്ലാം വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ കാണുമല്ലോ, ഇതൊന്ന് പറ്റിച്ചെടുക്കണ്ടായോ. അന്നേരത്തേനാണ് നമ്മൾ ബാക്കി വെച്ചേക്കുന്ന ഇഞ്ചി, അതായത് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്ന് നല്ല പെരട്ടി എടുക്കാമെങ്കിലും ഉണ്ടല്ലോ, നല്ല 1-ാം ക്ലാസ് വിന്താലും കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലല്ലേ ഇതൊക്കെ അറിയാനൊക്കത്തുള്ളൂ. ഇന്ന് സ്പെഷ്യൽ ഡേ, ക്രിസ്മസ് ഡേ ആയിക്കൊണ്ട് ഞാൻ ഈ കോലത്തിലൊക്കെ വന്ന് പറഞ്ഞു തരുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ എങ്കിലും ചെയ്യാം അല്ലേ. ഇനി അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ താറാവ് വേവാൻ സമയമുണ്ട്, അടുക്കളയും വൃത്തിയാക്കണ്ടേ. Annie's Kitchen. Let's cook with love.